എല്ലാവർക്കും നമസ്കാരം. ദേവകനി എന്ന് അറിയപ്പെടുന്ന ആ ഒരു ചെറുനാരങ്ങ കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുവാൻ സാധിക്കും എന്ന് കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഇതിനോടകം ഒരുപാട് വീഡിയോകൾ ആ ഒരു നാരങ്ങയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചെറുനാരങ്ങയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിശ്വാസങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇനിയും അനേകം അറിവുകൾ ആ ഒരു ചെറുനാരങ്ങയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതുമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു ചെറുനാരങ്ങയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു അറിവ് തന്നെയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വിശ്വാസ സംബന്ധമാർന്ന കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്. ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാവുന്നതാണ്. നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഗൃഹത്തിൽ പലപ്പോഴും പലതരത്തിലുള്ള ദോഷങ്ങൾ ആദേശം ചെയ്യാറുണ്ട്. ആ ഗൃഹത്തിൽ വസിക്കുന്ന നമുക്കും ആ ഒരു ദോഷത്തിൻ്റെ പലതരം കാഠിന്യങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. അത് ചിലപ്പോൾ രോഗങ്ങളായിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ അംഗങ്ങൾ തമ്മിൽ പരസ്പരം കലഹങ്ങളായിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം, സാമ്പത്തികമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മെ ബാധിക്കാൻ ഇടയുണ്ട്. ഇത്തരം ദോഷങ്ങളെ ചെറുനാരങ്ങ കൊണ്ട് പരിഹരിക്കുവാൻ പലതരം വിദ്യകൾ പൂർവികരാലും നമുക്ക് സമ്മാനിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊരു വിദ്യയാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇതിനോടകം നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഗൃഹം ശുദ്ധമാക്കണമെങ്കിൽ ഒരു പാത്രം ജലത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി കലർത്തിയതിന് ശേഷം ആ ഒരു ജലം നമ്മുടെ ഗൃഹത്തിന് ചുറ്റാകുകയും നമ്മുടെ ആ ഒരു ഗൃഹത്തിൻ്റെ ഫ്ലോർ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുകയാണ്. അല്ലെങ്കിൽ അവിടെയൊക്കെ ഒന്ന് കുടയാനും അല്ലെങ്കിൽ ആ ഒരു നിലം തുടയ്ക്കാനൊക്കെ ആയിട്ട് ആ ഒരു ജലത്തെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ പരം പിന്നീട് ഒരു ശുദ്ധിയും ഇല്ല എന്നുള്ളത്. അതുപോലെ നമ്മുടെ ഗൃഹത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും പതിയിരിക്കുന്ന ആ ഒരു ജ്യേഷ്ഠ ഭഗവതി അല്ലെങ്കിൽ ആ ഒരു മൂദേവിയെ അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് വൈബ്രേഷനെ നമ്മുടെ ഗൃഹം വിട്ട് പുറത്ത് ചാടിക്കുന്നതിന് അതീവ ശക്തിയാർന്ന ഒരു പുണ്യാണ്. അതിനോടൊപ്പം തന്നെ ശരീരത്തെ നമ്മുടെ ദേഹത്തെ ആദേശം ചെയ്തിട്ടുള്ള നമുക്ക് നിരന്തരം ആ ഒരു രോഗാവസ്ഥ തോന്നിപ്പിക്കുന്നതായിട്ടുള്ള ആ ഒരു നെഗറ്റീവ് വൈബ്രേഷനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ശരീരത്തെ കൂടുതൽ ആ ഒരു എനർജി ഉള്ളതാക്കി മാറ്റുക, ഉത്സാഹഭരിതം ഉള്ളതാക്കി മാറ്റുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറുനാരങ്ങ കൊണ്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ലളിത വിദ്യയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ഒരു കർമ്മവും നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ആ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. മാത്രമല്ല ലക്ഷ്മി ദേവിക്ക് ഈ ഒരു ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീന ശക്തി കൈവരുന്നതും ഈ ഒരു വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചകളിൽ നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിച്ച്, പ്രത്യേകിച്ച് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നെയ്വിളക്കാണ്. ആ ഒരു നെയ്വിളക്ക് കൊളുത്തി നമ്മൾ മഹാലക്ഷ്മിയെ വഴിപെടുമെങ്കിൽ ഈ ഒരു വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഭഗവതിയെ എങ്ങനെ ആരാധിച്ചാലും അതിൻ്റെ ഫലം എന്ന് പറയുന്നത് വളരെ അധികം ഇരട്ടിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വെള്ളിയാഴ്ച ദിവസം നമ്മളൊരു കണ്ണാടി ബൗൾ എടുക്കുക. ആ ഒരു കണ്ണാടി ബൗളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ അതിലേക്ക് ഇട്ട് വയ്ക്കുക. മഞ്ഞൾ എന്ന് പറയുന്നത് ഇതിനോടകം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമായിട്ടുള്ള കുറേ വസ്തുക്കളിൽ ഒന്ന് മഞ്ഞളാണ്. നമ്മുടെ മുഖത്ത് ആ ഒരു ലക്ഷ്മി ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനും ആ ഒരു ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കാറുണ്ടല്ലേ. അപ്പോൾ ആ ഒരു മഞ്ഞളിൽ ലക്ഷ്മി ദേവിയുടെ ചൈതന്യമുണ്ട്. ഇങ്ങനെ ചൈതന്യവത്തായിട്ടുള്ള ആ ഒരു മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ആ ഒരു ബൗളിലേക്ക് നമ്മൾ എടുക്കാം. അതിലേക്ക് ദേവിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ആ ഒരു പച്ചക്കർപ്പൂരം നമ്മുടെ അങ്ങാടി മരുന്ന് വ്യാപാരം ചെയ്യുന്ന കടകളിലൊക്കെ വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു ആയുർവേദ ഉൽപ്പന്നമാണ് ഈ ഒരു പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത്. വലിയ വിലയൊന്നുമില്ല. പച്ചക്കർപ്പൂരം വെറുതെ എങ്കിൽ പോലും നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നത് പണവരവിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ ചെറിയ ഒരു കഷ്ണം ആ ഒരു പച്ചക്കർപ്പൂരവും അതിലേക്ക് ഈ ഒരു ചെറുനാരങ്ങ, പഴുത്ത കരിമ്പുള്ളികൾ ഇല്ലാത്ത ആ ഒരു ചെറുനാരങ്ങയും ഈ 3 കാര്യങ്ങളും കൂടി ആ ഒരു ബൗളിൽ നമ്മൾ എടുത്ത ശേഷം അതിനെ നമ്മൾ ആ ഒരു ദേവിക്ക് വിളക്ക് തെളിച്ച് ആ ഒരു വിളക്കിന് മുന്നിൽ ആ ഒരു വെള്ളിയാഴ്ച ദിവസം മുഴുവൻ നമ്മൾ വെച്ചിരിക്കുക. ഇനി അടുത്ത ദിവസം ആ ഒരു ശനിയാഴ്ച ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മൾ കുളിച്ച് ശുദ്ധമായതിനു ശേഷം വീണ്ടും നമ്മുടെ പൂജാമുറിയിൽ ആ ഒരു വിളക്ക് തെളിച്ചതിന് ശേഷം ഈ ഒരു ബൗളിന്റെ മൂടി തുറന്ന് ആ ഒരു ചെറുനാരങ്ങ നമ്മളിങ്ങെടുക്കാം. അതിനുശേഷം ആ ഒരു ചെറുനാരങ്ങയെ 2ആയിട്ട് മുറിച്ച് ആ ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിൽ നിന്ന് 1, 2, 3 തുള്ളി ആ ഒരു ചെറുനാരങ്ങയുടെ നീര് നമുക്കത് കുടിക്കാവുന്നതാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ജലത്തിൽ ആ ഒരു നാരങ്ങ പിഴിഞ്ഞ് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഇനി അവശേഷിക്കുന്ന ഈ വസ്തുക്കളൊക്കെ തന്നെ മറ്റൊരു പാത്രത്തിൽ ജലം പകർന്ന് അതിലേക്ക് നിങ്ങൾക്ക് കലർത്താവുന്നതാണ്. ആ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ആ ഒരു വെള്ളത്തിലേക്ക് കലർത്താം.
അതിനോടൊപ്പം തന്നെ ആ ഒരു ചെറിയ കഷ്ണം കർപ്പൂരം നിങ്ങൾക്ക് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് എരിച്ചു കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു വരുന്നതാണ്. അത് നിങ്ങൾക്ക് അതിലേക്ക് പൊടിച്ചിടാം. ബാക്കി വരുന്ന നാരങ്ങ നിങ്ങൾക്ക് ആ ഒരു ജലത്തിലേക്ക് ഞെരിച്ച് അതിന്റെ നീരും ഇട്ടിക്കാവുന്നതാണ്. ഈ ഒരു ജലം നമ്മുടെ ആ ഒരു ഗൃഹത്തിന്റെ സർവ്വ മുക്കിലും മൂലയിലും ആ ഒരു ശനിയാഴ്ച ദിവസം രാവിലെ നമ്മൾ തളിക്കുക എന്നുള്ളതാണ്. അത് കൈകൊണ്ട് കോരി തളിച്ചാൽ പോലും യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല. നമ്മുടെ ഗൃഹത്തെ ആദേശം ചെയ്തിട്ടുള്ള എല്ലാവിധത്തിലുള്ള ദോഷങ്ങളും അകന്നു പോകുന്നതാണ്. ആ ഒരു ലക്ഷ്മി വാസം നമ്മുടെ ഗൃഹത്തിന്റെ സർവ്വവിധ ഭാഗങ്ങളിലും വ്യാപിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മുടെ ആ ഒരു ഗൃഹത്തിൽ വസിക്കുന്നതിലൂടെ നമുക്ക് ഒരു വിധത്തിലുള്ള ആ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ്റെതായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാകില്ല എന്നതാണ്. നമ്മുടെ ഗൃഹത്തിൽ മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള എല്ലാ നെഗറ്റീവ് ഊർജവും ഗൃഹം വിട്ടേ ഓടിപ്പോകുന്നതാണ്. ഇത് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സൗഭാഗ്യവും സമ്പത്തും ഒക്കെ തന്നെ കടന്നു വരുന്നതിന് വഴിതെളിക്കും എന്നതാണ്. നമ്മുടെ ഗൃഹത്തിലേക്ക് സന്തോഷവും സമ്പത്തും സമാധാനവും ആരോഗ്യ സൗഭാഗ്യങ്ങളൊക്കെ തന്നെ കടന്നു വരുന്നത് തടഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള ദുർശക്തികളും കുടിയിരിപ്പുണ്ട്. അതിനെ ഒഴിവാക്കുന്നതിന് വളരെ ശക്തിയാർന്നിട്ടുള്ള ഒരു പുണ്യാഹമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കി ആ ഒരു ഗൃഹത്തിന് ചുറ്റും തളിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ തന്നെ അണുനാശിനികളാണല്ലേ. പലതരം രോഗാണുക്കളോട് പ്രതികരണ ശേഷിയുള്ള വസ്തുക്കളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. അപ്പൊ ഇത് നമ്മുടെ ഗൃഹത്തിന്റെ എല്ലാ ഭാഗത്തും തളിക്കുന്നത് കൊണ്ട് ഒരു തരത്തിലുള്ള ദോഷങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. മാത്രമല്ല അതിലൂടെ അളവിലധികം ആ ഒരു ഈശ്വരാധീനം, ആ ഒരു ലക്ഷ്മി ദേവി നമ്മുടെ ഗൃഹത്തിലേക്ക് കൂടുതലായിട്ട് ആകർഷിക്കുന്നതിന് കാരണമായി തീരും എന്നുള്ളതാണ്. അപ്പൊ ഇതൊന്ന് ചെയ്തു നോക്കൂ. കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിന്റെ ആ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.